കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. 1. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിതനായത് ആര്? തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിതനായത് ആര്? ഉത്തരം തോംസൺ ജോസ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? തോംസൺ ജോസ്. 2027 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ വേദി എവിടെ? 2027 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ വേദി എവിടെ? സൗദി അറേബ്യ. 2027 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ വേദി എവിടെയാണ്? സൗദി അറേബ്യയാണ്. ISROയുടെ ചെയർമാൻ ആരാണ്? ISROയുടെ ചെയർമാൻ ആരാണ്? വി നാരായണൻ. ISRO ചെയർമാൻ വി നാരായണൻ. 2025 ജൂലൈ 1 മുതൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം ഏത്? 2025 ജൂലൈ 1 മുതൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം ഏത്? ഉത്തരം ഫ്രാൻസ്. ഫ്രാൻസ് ആണ് 2025 ജൂലൈ 1 മുതൽ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം. അഭ്യസ്തവിദ്യരായ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി കേരള നോളജ് ഇക്കോണമി മിഷനും കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി എന്ത്? അഭ്യസ്തവിദ്യരായ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി കേരള നോളജ് ഇക്കോണമി മിഷനും കുടുംബശ്രീയും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി എന്ത്? ഉത്തരം തൊഴിലരങ്ങത്തേക്ക്. 2023 ഫെബ്രുവരിയിൽ ചാൾസ് മൂന്നാമൻ്റെ ചിത്രം ചാൾസ് മൂന്നാമൻ്റെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത്? 2023 ഫെബ്രുവരിയിൽ ചാൾസ് മൂന്നാമൻ്റെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ഏത്? ഉത്തരം ബ്രിട്ടൻ. ഓട്ടോറിക്ഷയിൽ വീട്ടുപടിക്കൽ റേഷൻ വിഹിതം എത്തിക്കാൻ ഭക്ഷ്യപ്പൊതു വിതരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. ഓട്ടോറിക്ഷയിൽ വീട്ടുപടിക്കൽ റേഷൻ വിഹിതം എത്തിക്കാൻ ഭക്ഷ്യപ്പൊതു വിതരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഒപ്പം. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഏതാണ്? ഡൽഹി ടു മുംബൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ബെന്യാമിൻ. ബെന്യാമിനാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആര്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആര്? ഉത്തരം സുനിത വില്യംസ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ആരെന്ന് ചോദിച്ചാൽ സുനിത വില്യംസ് ആണ്. 62 മണിക്കൂറും 6 മിനിറ്റും. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം 2025 ജനുവരി 19 ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. 2025 ജനുവരി 19. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക്? ഉത്തരം കെ അരവിന്ദാക്ഷൻ. കെ അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ശ്രീമതി വീണ ജോർജ് ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ശ്രീമതി വീണ ജോർജ് ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതാണ് 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? ഉത്തരം JD വാൻസ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റാണ് JD വാൻസ്. 2023 ഫെബ്രുവരിയിൽ ഗബ്രിയേൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏത്? 2023 ഫെബ്രുവരിയിൽ ഗബ്രിയേൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏത്? ഉത്തരം ന്യൂസിലാൻഡ്. 2023 ഫെബ്രുവരിയിൽ ഗബ്രിയേൽ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ന്യൂസിലാൻഡ്.
വൺ ഫാമിലി വൺ ഐഡൻറ്റിറ്റി പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത്? വൺ ഫാമിലി വൺ ഐഡൻറ്റിറ്റി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് വൺ ഫാമിലി വൺ ഐഡൻറ്റിറ്റി പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം. 2025 ജൂലൈയിൽ കാർ അപകടത്തിലാണ് കേട്ടോ. കാർ അപകടത്തിൽ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം ആര്? 2025 ജൂലൈയിൽ കാർ അപകടത്തിൽ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം ആര്? ഉത്തരം ഡിയാഗോ ജോട്ടോ. 2025 ജൂലൈയിൽ കാർ അപകടത്തിൽ അന്തരിച്ച പോർച്ചുഗീസ് ഫുട്ബോൾ താരം ഡിയാഗോ ജോട്ടോ. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന നിയമം പാസാക്കിയ രാജ്യം ഏത്? ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമം പാസാക്കിയ രാജ്യം അമേരിക്കയാണ്. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മൊബൈൽ വോട്ടിംഗ് സംവിധാനം വിജയകരമായി ഉപയോഗിച്ച സംസ്ഥാനം ഏത്? പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ മൊബൈൽ വോട്ടിംഗ് സംവിധാനം വിജയകരമായി ഉപയോഗിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ബീഹാർ. 2026 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ്? 2026 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 78ാം പതിപ്പിൽ പശ്ചിമ ബംഗാൾ ഏത് ടീമിന് എതിരെയാണ് വിജയിച്ചത്? സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 78ാം പതിപ്പിൽ പശ്ചിമ ബംഗാൾ ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത്? കേരളം. 2025 ഏത് രാജ്യമാണ് ആദ്യമായി പുതുവർഷം ആഘോഷിച്ചത്? 2025 ഏത് രാജ്യമാണ് ആദ്യമായി പുതുവർഷം ആഘോഷിച്ചത്? ഉത്തരം കരിമ്പാത്തി ദ്വീപാണ് ആദ്യമായിട്ട് പുതുവർഷം ആഘോഷിച്ചത്. 2025 ജനുവരിയിൽ അന്തരിച്ച ഉപ്പായി മാപ്ര എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച വ്യക്തി ആര്? 2025 ജനുവരിയിൽ അന്തരിച്ച ഉപ്പായി മാപ്ര എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച വ്യക്തി ആര്? ഉത്തരം ജോർജ് കുമ്പനാട്. 63ാം സംസ്ഥാന കലോത്സവത്തിന് വേദി എവിടെയായിരുന്നു? 63ാം സംസ്ഥാന കലോത്സവത്തിൻ്റെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരം. ഹരിത GDP മാതൃക സ്വീകരിച്ച് വനങ്ങളുടെ പാരിസ്ഥിതിക സേവനങ്ങൾ സാമ്പത്തിക ചട്ടക്കൂടിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിത GDP മാതൃക സ്വീകരിച്ച് വനങ്ങളുടെ പാരിസ്ഥിതിക സേവനങ്ങൾ സാമ്പത്തിക ചട്ടക്കൂടിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഛത്തീസ്ഗഡ്. ഹരിത GDP മാതൃക സ്വീകരിച്ച് വനങ്ങളുടെ പാരിസ്ഥിതിക സേവനങ്ങൾ ഒരു സാമ്പത്തിക ചട്ടക്കൂടിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. കേരളത്തിലെ ഏത് സർവകലാശാലയാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കുസാറ്റ്. 2025 ഏപ്രിൽ അന്തരിച്ച സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ പ്രശസ്തനായതും മുൻ പത്മശ്രീ നേതാവുമായ വ്യക്തി ആര്? 2025 ഏപ്രിൽ അന്തരിച്ച സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ പ്രശസ്തനായതും മുൻ പത്മശ്രീ നേതാവുമായ വ്യക്തി ആര്? ഉത്തരം KV റാബിയ. 2025 ഏപ്രിൽ മാസം അന്തരിച്ച സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ പ്രശസ്തയായതും മുൻ പത്മശ്രീ നേതാവുമായ വ്യക്തിയാണ് KV റാബിയ. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2025 മെയിൽ കേരള വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റത് ആര്? 2025 മെയിൽ കേരള വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റത് ആര്? ഉത്തരം മനോജ് എബ്രഹാമാണ് 2025 മെയിൽ കേരള വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റത്.